ആണല്ലോ. നേരത്തെ പറഞ്ഞു ട്രാൻസ്പോർട്ട് സീറ്റ് കിട്ടിയാൽ മതി. കിട്ടും ഒരു കസേരയിട്ട് കയറണം സീറ്റ്. അവിടെ സീറ്റ് ഉണ്ട്. ഇതിലും ബസ്സിലാണോ? ഇതെന്താ കാലി മാറ്റടെ വിട്ടേക്ക്. രണ്ടുപേർക്ക് ഇരിക്കാനുള്ള സീറ്റ് ഉണ്ട്. നിങ്ങൾ കുറച്ചൊരു നിൽക്ക്. സീറ്റിലുള്ള 2 സ്റ്റോപ്പ് വഴിയും കിട്ടും. തൃശ്ശൂർ. ഓ സൂപ്പർ സ്റ്റാർ രജനീകാന്ത്. കാണാനല്ലേ നിന്റെ ആ ചേട്ടനിരുന്ന സീറ്റാണത്. അങ്ങോട്ടൊക്കെ കൂട്ടുകാരാണ്. തൂങ്ങി നിന്നോ? മനുവിന് പണിയിട്ടില്ല. ആനന്ദിനാണ് ഇയാള് വിളിച്ചപ്പോ തന്നെ പോയെന്തിനാണ്? സീറ്റും പോയില്ലേ പാവം. തങ്കത്തോണി നിന്മലയോരം ഇതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുമെന്ന് വിചാരിച്ചു. ലോക്ക് ചെയ്തായിരുന്നോ? മനു ചേച്ചി ചേച്ചി നോക്കി 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 ചേച്ചി. എന്തു പറ്റി മോനെ? എന്തു പറ്റി? ഒന്നുമില്ല. എന്തോ വേദനയെന്ന് തോന്നവന്. അതെ 1000 രൂപ ബാക്കിയോടെ ഇറങ്ങുമ്പോ തരാ, ചേഞ്ച് ഇല്ല. ഒന്ന് മാറിക്ക് മോനെ. 1000 രൂപ കൊടുത്ത് ഇതുവരെ ബാക്കിയാന്നിട്ടില്ല. എവിടെയാ? കടം കൊടുത്താണോ? തൃശ്ശൂർ. ഞാൻ കുറച്ച് കഴിഞ്ഞാൽ മറക്കുപോയി. ആണോ? അപ്പൊ എന്റെ ആരെടുക്കും? അല്ല 3 തൃശ്ശൂർ. അപ്പൊ 330. ചേഞ്ച് ഇല്ലാത്തോണ്ട് അഞ്ചിന്റെ പൈസ ഇല്ലേ കയ്യില്. ടിക്കറ്റ്. അല്ലെങ്കിൽ എടുത്തന്നെ. ഹലോ ചേട്ടാ, ഡെന്നിസ് ചേട്ടാ. ചേട്ടാ ക്യാഷ് ശരിയായിട്ടില്ല. എനിക്ക് ഒരാഴ്ച കൂടി ഗ്യാപ്പ് വേണം ചേട്ടാ. ചെക്ക നീ എന്താ ആളെ കളിയാക്കുവാ? അല്ല ചേട്ടാ, കാശ് എണ്ണി വാങ്ങുമ്പോ നീ ഇതൊന്നും അല്ലല്ലോ പറഞ്ഞേ. ഞാൻ പരമാവധി ട്രൈ ചെയ്യാം. പറഞ്ഞ ഡേറ്റിൽ നിന്ന് ഒരു ദിവസം മാറിയാ ചേട്ടാ. മോനെ ഡെനിസേ, നിനക്കെന്റെ സ്വഭാവം അറിയാലോ. നീ വിവരം അറിയും ട്ടാ. നമ്മളോടെ കളി. ഹലോ, എന്ത് പറ്റി കാണിയത്? പഴുത്ത് ചീഞ്ഞിരിക്കണോ? ആ ഇല്ലല്ല. വെച്ചോ വെച്ചോ, വെക്കണല്ലേ? നല്ലായിരുന്നു. എന്ത് ചെയ്യുന്ന? നമ്മൾ ഈ അല്ലറ ചില്ലറ റിയൽ എസ്റ്റേറ്റും പിന്നെ കുറച്ച് ഫിനാൻസ് പരിപാടികളായിട്ടൊക്കെ അങ്ങനെ തട്ടിമുട്ടി പോകുന്നു പോയി. നമ്മളാ മോട്ടിവേഷൻ സ്പീക്കറാണ്. നിയമസഭാ സ്പീക്കർ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതെന്താ പുതിയ വകുപ്പാ? അതല്ല, പേഴ്സണൽ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ ആത്മവിശ്വാസം കൊടുക്കാന്ന് പറയില്ലേ, ആ പരിപാടിയാണ്. അതാണ് സംഭവം അല്ലേ? നമ്മുടെ മുതലാളിക്ക് അറിയാത്തൊരു വകുപ്പില്ലാട്ടാ. തോന്നി കണ്ട നമ്മളാ വെപ്പാണ്. എന്താ പരപ്പാ? അല്ലാത് പാചകേ. നമ്മുടെ ഈ നാടൻ സദ്യ ഉണ്ടല്ലോ, നല്ല വേടുപ്പായിട്ട് വയ്ക്കും ഞാൻ. ഓ എന്തെങ്കിലും ആവശ്യം പറഞ്ഞിട്ടോളേ. ഇല്ലില്ല. നമ്മുടെ തൃശ്ശൂർ അമ്പസ്വാമിയില്ലേ, അതേമാതിരിയാണ് പാലക്കാടും മനോഹരൻ. ഓ ഞാൻ തന്നെ മനോഹരായിട്ട് വയ്ക്കും ഞാൻ. എവിടെ ഇറങ്ങണ? തൃശ്ശൂര്. ഓ ടിക്കറ്റ്. സാറേ ടിക്കറ്റ് കൊടുത്തേ. എവിടെയാ? 2 തൃശ്ശൂർ. 220. എത്രയാ പറഞ്ഞ്? 220. ഒരു 200 രൂപ ഉണ്ട്. ധരിക്കുന്നു. അടുത്തോടത്തെ കണ്ടൂല്ലേ? ശരിയല്ലേ? ഓ മാഡം മാഡം, ആ എടുക്കെടുക്ക്. ഹലോ, we are in journey. No problem. We are solve all problems yesterday. Yesterday അല്ല, tomorrow. Tomorrow. Okay, madam. Okay. അല്ലേ? ഹലോ, Nice to meet you. Where are you going? Adrapalli Waterfalls. Adirapalli. Okay. Do you know Thrissur Puram? Thrissur Puram. നമ്മുടെ തൃശ്ശൂർ പൂരം is very big festival.
lot of elephant in Tekingad Maidan. You know umbrella changing? Yeah. Giving, taking. Umbrella changing, very interesting. Do you know fireworks? Yeah. Fireworks, Nalamit. What's he saying? What is elephant food? Huh? What is elephant food? Elephant food? Yeah. Elephant food is pata. Oh, Pata. okay. What's pata? The pata means പട്ടക്കെന്താ ഇംഗ്ലീഷ് പട്ടക്കെന്താ പറയാ ഓലയുടെ പട്ട മതി കോക്കനട്ട് ലീഫ് കോക്കനട്ട് ലീഫ് ഇനി അങ്ങോട്ട് നോക്കണ്ട ചോദിച്ചു കഴിഞ്ഞാൽ പല്ലുവേനെന്ന് പറഞ്ഞാൽ മതി മതാമ എന്തെങ്കിലും ചോദിച്ചാ നമുക്ക് പറയാം. ഹലോ എടാ ചെമ്പരുടെ ആയിട്ടില്ലല്ലോ. എന്റെ പൊന്ന് വർഗീസേട്ടാ, അതൊന്നൊരു കുഴപ്പമില്ലെന്നേ. അടുത്ത ആഴ്ച ക്ലിയർ ചെയ്യാം. ഛേ, നിങ്ങൾ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട് തരൂ. വർഗീസേട്ടന് കാശ് തന്ന ബാങ്കിൽ ഫിക്സഡ് ഇടുന്നതിനേക്കാൾ സേഫ് അല്ലേ? ആണോ? ആ ശരി എന്നാ. ശരിടാ. ഓക്കെ കേട്ടാ, ബൈ. അല്ല മുതലാളി, അപ്പൊ എന്തിനാ ഡെന്നീസിനോട് ചൂടായേ? കേട്ടോ സ്പീക്കറെ, നമ്മുടെ ഈ ഫീൽഡിൽ കളിക്കുമ്പോ ചില കളികളൊക്കെ നമ്മൾ മാറ്റി കളിക്കണം. ചില സ്ഥലത്ത് നമ്മൾ സേതു ആവണം, എന്നാൽ ചില സ്ഥലത്തോ നമ്മൾ സേതുവിന്റെ അളിയനാവണം. ഏത് സേതു? കിരീടത്തിലെ സേതുമാധവൻ. പോലെ നിനക്ക് വർഗീസേട്ടനെ അറിയാലോ. മുട്ടാൻ പോയ പണി പാളും. ആളൊരു ചെക്ക വച്ച നമ്മുടെ ആപ്പീസ പൂട്ടും. അവിടെ നമ്മള് സേതുവിന്റെ അളിയനായി. നമ്മുടെ മുതലാളി ഉണ്ടല്ലോ, വേറെ ലെവലാ. ലോ ലെവല്. എന്താ പേര്? ദാനേന്ദ്രൻ. പരീക്ഷക്കാർക്ക് ഇടാൻ പറ്റിയ പേര് ദാനേന്ദ്രൻ. ഹലോ, അടുത്ത് എന്താണോ ടോക്കൺ കൊടുത്തോട്ടാ. അതാ മാധവൻ നായരുടെ 12 സെന്റ് സ്ഥലല്ലേ? നിനക്കൊരു പ്രാന്തണ്ടാ? അതാ പാമ്പുകാവുള്ള പറമ്പാ. അതിപ്പോ വെട്ടി മാറ്റിട്ടാ കച്ചവടത്തിന് ഇട്ടിരിക്കണേ. വെറുതെ വേണ്ടാത്തടത്ത് തലയിടാൻ നിക്കണ്ടാ. ആ അതാ നല്ലത്. വല്ല മരുന്ന് കൊടുത്താൽ കുറയൂ. അല്ല മുതലാളി, അപ്പൊ ആ സ്ഥലല്ലേ നമ്മള് നോക്കി വെച്ചിട്ടുള്ളത്? പോലെ ഇനി ആ പറമ്പേ ആരും വാങ്ങില്ല. നമുക്ക് പറഞ്ഞതിനും ചവിട്ടി ഒരു 30 അങ്ങോട്ട് മുറിക്കാം. വിളക്കാക്കി തനിക്കാക്കാന്ന് കേട്ടിട്ടില്ലേ പോളെ? വെറുതെ അല്ലാട്ടോ മുതലാളി, മുതലാളിയായത് പഠിച്ചു. കാഞ്ഞ ബുദ്ധിയുള്ള കേട്ടോ. കഷ്ടം. ഇവിടെ ഇരിക്കണോ? ഇവിടെ ഇരിക്കാട്ടോ. നല്ല കാറ്റുണ്ട്. എനിക്ക് ഇവിടെ ഇരിക്കും. ഞാൻ പുറത്തിരിക്കും. വേണ്ട. കുട്ടിയുടെ പേരെന്താ? സോഫിയ. ഞാൻ സോളമൻ. സോളമനാ? ലാലേന്റെ സോളമൻ അറിയാത്ത ആരുടെ കേരളത്തിലുള്ള ഫാൻസ് അറിഞ്ഞ തല്ലി കൊല്ലൂട്ടാരിയെ. അപ്പൊ തന്റെ ശരിക്കുള്ള പേരെന്താ? മനു കൃഷ്ണൻ. അല്ലെങ്കിൽ ഈ മനു എന്ന് പേരുള്ളവരൊക്കെ പുഷ്പന്മാരാ. കുട്ടിക്ക് കാര്യം മനസ്സിലാക്കി. അത്ര വലിയ കാര്യമൊന്നുമില്ല, ചിരിക്കാൻ കേട്ടാ. എന്താ കുട്ടിയുടെ പേര്? ചേട്ടൻ എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഒന്ന് സൂക്ഷിച്ചു നോക്കി. വാര്യമ്പിള്ളിയിൽ മീനാക്ഷി അല്ലേ നീ? അല്ല, എന്ത് പറയാൻ? ഇവനിങ്ങനെ വെളിപ്പടിച്ചോണ്ടിരിക്കും. അല്ല, എനിക്ക് ശരിക്കും മനസ്സിലായില്ല. എന്നാ ചേട്ടന്റെ പേര് ഞാൻ പറയട്ടെ. ഹരി എന്നല്ലേ ചേട്ടന്റെ പേര്? അല്ല, തനിക്കെന്റെ പേരെങ്ങനെ അറിയാം? ആ, അപ്പൊ ആളറിയണ്ടല്ലേ ചേട്ടൻ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ റിക്വസ്റ്റ് അയക്കണേ. ഞാനോ? എപ്പോ? ഇവൻ അയച്ചിട്ടുണ്ടാവൂട്ടാ. അങ്ങനെ കംപ്ലീറ്റ് അലമ്പ് ഇവന്റെ ഭാഗത്തുണ്ട്. സോഫിക്ക് അയച്ചോ? ഇല്ല. ഏത് സോഫിയുടെ ഐ ഡി? എനിക്ക് ഐ ഡി ഇല്ല. അതെന്താ ഐ ഡി ഇല്ലാത്ത? ഇൻസ്റ്റഗ്രാമിലുണ്ടോ? റേഷൻ കടയില് ലിസ്റ്റിലുണ്ടോ കുട്ടി? തനിക്കിപ്പോ എന്താ വേണ്ടേ? മനൊന്നും മിണ്ടായി. അത് ചിലപ്പോ മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ടപ്പോ അയച്ചായിരിക്കും. ഓ, അപ്പോ മ്യൂച്വൽ ഫ്രണ്ട്സ് കണ്ട എല്ലാവർക്കും താൻ റിക്വസ്റ്റ് അയക്കോ?
ചേട്ടൻ എനിക്ക് റിക്വസ്റ്റ് ഒന്നും അയച്ചിട്ടില്ല, ഞാൻ വെറുതെ പറഞ്ഞ. അല്ല എന്റെ പേരപ്പോ തനിക്ക് എങ്ങനെ അറിയാം? ചേട്ടന്റെ ക്ലാസ്സിലൊരു ആശ ഉണ്ടായിരുന്നില്ലേ? ആശാ സുബ്രഹ്മണ്യം. ആ ചേച്ചി എന്റെ കസിനാ. ആശനെ എന്നെക്കാളും നന്നായിട്ട് ഇവനറിയാം. വീട്ടിലാരാ ദോശ ചുടാറ്? ഞാനാ ചുടാറ്. ആണോ? ഇനി കല്ല് വിടാൻ പറ, ഞാൻ ഒന്ന് ചുട്ട് തരാം. എടാ ചെറിയമ്മയുടെ പല്ലുവേദന മാറിയൂടാ? എന്റെ പൊന്നെ, നിനക്ക് ഭ്രാന്താണോടി? ആശ ഇപ്പൊ ഓസ്ട്രേലിയയിലല്ലേ? എല്ലാം അറിയാലേ, ഫുൾ അപ്ഡേറ്റ് ആണല്ലോ. ആശയുടെ കാര്യത്തിൽ പണ്ടുപോലെ ഭയങ്കര അപ്ഡേറ്റ് ആണ് അല്ലടാ. ഒരു ചെറിയ ബന്ധം, മതി കൂടുതലൊന്നുമില്ല. സത്യം നമുക്കിടയിൽ അതൊന്നും തടസ്സാവരുത്. എന്ത് മാർഗങ്ങളും നമ്മൾ ഭേദിക്കണം. എനിക്ക് പറ്റിയ ആളാ. ചേട്ടാ ടി വി എവിടെ അടിച്ചേ? ഉണ്ടാക്കിച്ച എന്താ വേണ? ആളൊന്നും പുള്ളിയൊന്നും മുങ്ങിച്ചോളൂ. ആന കരിമ്പങ്കാട്ടിൽ കയറിയ പോലെ ആയല്ലോ പോളെ. ചേട്ടൻ കംഫർട്ട് ആയിരുന്നോ? നമ്മ അങ്ങോട്ട് മാറിയെന്നോളാം. കംഫർട്ട് ഇപ്പൊ ചളങ്ങി പോയാ. അപ്പോളാ തൃശ്ശൂർ എത്ര ആവാം? എന്താ സംഭവം? ആളൊക്കെ എന്ത് വിശ്വസിച്ചിട്ടാ കല്യാണം വിളിക്കുക? ഞാൻ ലിയാളാ. വിശക്കുന്നുണ്ടോ? വിശന്നട്ടാ. പാവം കഴിക്കുന്നുണ്ടോ? നല്ല വിശപ്പുണ്ട്. കണ്ടിട്ട് വിശന്നിട്ട് വയ്യ. എവിടെയാ? തൃശ്ശൂര്. ഹലോ, ആ മനോഹരനാണ്. സദ്യയുടെ കാര്യം അറിയാൻ വേണ്ടിട്ടാണ്. സദ്യ നമുക്ക് ഉസാറാക്കാന്ന്. ഐറ്റംസോ? ഐറ്റംസ് അവിയല്, തോരൻ, പിന്നെ പച്ചടി, കിച്ചടി, സാമ്പാർ, അച്ചാറ്, പഴം, പപ്പടം, പായസം. പായസം 2 തരണ്ട്. എനിക്ക് 150 രൂപ. ഞാൻ ബസ്സിലാണ്, ഞാൻ വിളിക്കാം. വിലക്ക് 150. അപ്പൊ സദ്യക്കോ? ചേട്ടാ കുക്ക എന്താണ് ഇലക്ക് 150? അത് സാധാരണക്കാർക്ക്. നിങ്ങൾക്ക് 1500 രൂപ വരും. അടുത്ത സദ്യ എവിടെയാട്ടാ? ബെസ്റ്റ് ആയിട്ടുണ്ട്. സ്പോട്ട് പറഞ്ഞു കൊടുക്കണ്ടാ, ഫുഡ് അടിക്കാൻ വരാനാ. തന്നെ പൊട ചൊറിയാണ്ട്. അമ്മോ പപ്പടം പൊടിക്കണ പൊടിച്ചളയൂട്ടാ. ചക്കരെ, ഞാൻ തമാശ പറഞ്ഞല്ലേ, നിന്നെ കണ്ടറിയില്ല നീ മിടുക്കനാന്ന്. പേടിച്ചു. ഹലോ, കിട്ടിയവനെ ആ സ്കൂട്ടാണ്ട് നോക്കട്ടാ. ഞങ്ങളിത് ഇപ്പൊ എത്തി. ദാ പോളെ, ആ രവീനെ പിള്ളേര് ലോക്ക് ചെയ്തിട്ടാ. നമുക്ക് ഇവിടെ ഇറങ്ങാം. അവനെ കിട്ടിയാ? മാറിയടാ കുട്ടാ, മാറ്. കണ്ടക്ടർ മാഡം, അത്യാവശ്യമാണ്, ഇവിടെ ഇറങ്ങണം. സീറ്റ് കിട്ടി. മെലോട്ട് നോക്കി. ചെറുതായിട്ട് ചെരിഞ്ഞ ബസ്. ആ പിന്നെ മാഡം, ഇത് തൃശ്ശൂർക്കുള്ള ടിക്കറ്റ് ആണ്. ഈ റീഫണ്ട് സ്കീം എന്തെങ്കിലും ഉണ്ടോ? അടിച്ചതാ, റീഫണ്ട് ഇല്ല. പോളെ, ഒരിക്കൽ അടിച്ച റീഫണ്ട് ഇല്ലെന്ന്. ഹലോ, തൃശ്ശൂർ റൗണ്ടിന്റെ അടുത്തുള്ള സ്ഥലം എന്ന് പറഞ്ഞ തേക്കിൻകാട് മൈതാന. അതെന്തായാലും സർക്കാർ നിനക്ക് തീരെഴുതി തരില്ലട്ടാ. നീ കറക്റ്റ് സ്പോട്ട് പറയണ. അല്ല, തന്റെ പേര് പറഞ്ഞില്ലല്ലോ. ദൃശ്യം. ദൃശ്യം ഡാ. ഞാൻ ചേട്ടന്റെ കോളേജിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, കൾച്ചറൽ ഫെസ്റ്റിന്. ആ ചേച്ചിയുടെ ഒപ്പം ഡാൻസ് ഒക്കെ ഞാൻ കണ്ടു. സൂപ്പറായിരുന്നു. കുട്ടി മെക്കിന്റെ ഡാൻസ് കണ്ടോ? ഇല്ല. കുട്ടി കണ്ടോ? ഇല്ല. കുട്ടീനെ കണ്ട ഒരു മെക്രാണി ചോവുണ്ടല്ലോ. മെക്രാണി ആയിരുന്നോ? എന്തൊരു ശല്യം അത്. ചേട്ടാ, ചേട്ടന് കോളേജിലൊരു ലൈൻ ഉണ്ടായിരുന്നില്ലേ? പിന്നെ ഉണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞ കഥകള് ഞാൻ പറഞ്ഞില്ലേ? അല്ലാതെ കോളേജ് ടൈമില് തമാശക്ക്. തമാശയൊന്നുമല്ല, നല്ല സീരിയസ് ആയിരുന്നു. നല്ല ഇടി കിട്ടിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിലേക്ക് കയറിയിട്ടുണ്ട്. ആങ്ങളമാരെ കൂടി തല്ലി കൊല്ലാറൊക്കെ ഉണ്ട്. ഞാൻ ഡീസന്റ് ആയിരുന്നു കേട്ടോ.